പ്രിയമുള്ളവരെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സാരഥി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹോട്ടൽ ജംഗ്ഷൻ നിവാസികളുടെ സ്നേഹോസ്പദമായ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഹോട്ടൽ ജംഗ്ഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കേണ്ടതാണ്. സൗത്ത് വേണുഗോപാൽ, സൗത്ത് ജോയ് ജെയിംസ്, രാജശേഖരൻ, രാധാകൃഷ്ണൻ, അജയൻ, സന്തോഷ്, അരുൺ, അഖില, കുടിമോൻ, തുളസി, റജി, മാത്യു, ചന്ദ്രിക, അനിൽ, വിജയകുമാർ, അശോകൻ, ജോഷുവ, അജയൻ, വിക്രമൻ, സുന്ദരൻ, സുനീഷ്, കണ്ണപ്പൻ, അജയകുമാർ, ഇന്ദു, വിജയനാചാരി, വിശ്വനാഥപിള്ള, കുഞ്ഞുമോൻ, ലീല, ചെല്ലപ്പൻ, ശ്രീധരൻ, റജി, ടൈറ്റസ് ജോൺസൺ, അനീഷ്, അമ്മിണി, ലിസി, ഹരികുമാർ, ഷിബിൻ, ചന്ദ്രിക, തങ്കപ്പൻ, ബിജുപിള്ള, അശോകൻ, പ്രഭ, രാമേന്ദ്രൻപിള്ള, റജി, സരള. ഇയാളുടെ പേര് വിളിക്കുന്നില്ല. എല്ലാവരും മാലയിട്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ നൽകിയ ആവേശോത്തരമായ സേവനത്തിന് മറുപടി നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഗേവി ഗണേഷ് കുമാർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബഹുമാനും സ്നേഹമുള്ളവരുമായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയമുള്ള അമ്മമാരെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളിലേക്ക് നൽകിയ സ്നേഹോഷ്മളമായ വരവേൽപ്പിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞാൻ അർപ്പിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യം എന്ന സ്ഥാനാർത്ഥിയായി ജനവിധി തരുന്ന എന്നെ ടെലിവിഷൻ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന നിങ്ങളോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കാനാണ് ഞാനും എന്നോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കളും ഇവിടെ എത്തിയിരിക്കുന്നത്. നാടിന് നന്മ ചെയ്ത ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ അനുഗ്രഹത്തിനായി സമീപിക്കുകയാണ്. പട്ടയമില്ലാത്തവർക്കെല്ലാം പട്ടയം കൊടുക്കാൻ, 5 ലക്ഷം പട്ടയങ്ങൾ നൽകാനും, ഭവനമില്ലാത്തവർക്ക് 5 ലക്ഷം വീട് വെച്ചു കൊടുക്കാനും, ക്ഷേമ പെൻഷനുകൾ 600-ൽ നിന്ന് 2000-ആയി ഉയർത്തി സാധാരണക്കാരുടെ ജീവിതനില ഉയർത്താനും എല്ലാം പരിശ്രമിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അഴിമതിയില്ലാത്ത, കെടുകാര്യസ്ഥതയില്ലാത്ത മികച്ച സർക്കാരെന്ന് മാധ്യമങ്ങൾ പോലും, വലതുപക്ഷ മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ രാജ്യത്തിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ, അത് വയനാട്ടിലെ മഹാദുരന്തമാണെങ്കിലും, വെള്ളപ്പൊക്കമാണെങ്കിലും, കോവിഡിന്റെ മാരിയാണെങ്കിലും എല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷ ഭരണം ഈ സംസ്ഥാനത്ത് ഇനി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പാവപ്പെട്ടവനും സാധാരണക്കാരനും ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. മതസൗഹാർദ്ദം നിലനിർത്താൻ, മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ, മതസൗഹാർദ്ദം നിലനിർത്താൻ, എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്ന കേരളം എന്ന ശ്രീനാരായണ ഗുരുദേവൻ മുന്നിൽ കണ്ട സങ്കല്പം, ജാതി മതങ്ങൾക്കപ്പുറമുള്ള നന്മയുടെ വശങ്ങൾ അറിഞ്ഞ സങ്കല്പം, അന്നത്തെ പത്മനാഭനും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും മുന്നിൽ കണ്ട മതേതരത്വം, സ്നേഹം, അതെല്ലാം നിലനിർത്തിപ്പോണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യത്ത്, ഈ സംസ്ഥാനം ഭരിക്കണം. ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കാൻ കരുത്തുള്ള നേതാവ് പിണറായി വിജയനാണെന്ന് എല്ലാ മാധ്യമങ്ങളും സർവേയിലൂടെ കണ്ടെത്തുകയുണ്ടായി. ഈ നാടിന്റെ നന്മയ്ക്ക്, പത്തനാപുരത്തിന്റെ നന്മയ്ക്ക്, പുരോഗതിക്ക് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം. സദാനന്ദപുരത്ത് നിൽക്കുമ്പോൾ സദാനന്ദപുരം മോട്ടൽ ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കോലേക്ക് പോകുന്ന റോഡ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്, ഒന്നാം പിണറായി സർക്കാരിന്റെ. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സദാനന്ദപുരം സ്കൂളിലെ കെട്ടിടങ്ങൾ, നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ സദാനന്ദപുരം മോട്ടൽ ജംഗ്ഷൻ നിൽക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, 600 മീറ്റർ ചുറ്റളവിനുള്ളിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മൾ PKVയുടെ നാമത്തിലുള്ള വായനശാല, പിന്നെ അതുപോലെ ഈ റോഡ് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങെത്തുന്നതിന് മുമ്പ് കിഴക്കേത്തിരിലേക്ക് പോകുന്ന റോഡ്, ലാൽ ജംഗ്ഷൻ വഴി പോകുന്ന റോഡ്, അതുപോലെ വെട്ടിക്കോല ക്ഷേത്രത്തിന്റെ പുറകിലുള്ള വിളക്കിനോട് ചേർന്നുള്ള റോഡ് അങ്ങ് ചെങ്ങമനാട് വരെ പണം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മേഖലയിലെ ചെറുതും വലുതുമായ എല്ലാ റോഡുകളും, കരിക്കത്തിൽ നിൽക്കുമ്പോൾ കരിക്കം കിഴക്കേത്തെരുവ് റോഡ്, പിന്നെ സെന്റ് മേരീസ് സ്കൂൾ വരെയുള്ള റോഡിന് 7 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ റോഡ് നവീകരിച്ചു. എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും കുടിവെള്ളം, ഏറ്റവും നല്ല റോഡുകൾ, ഉഗ്രമുക്ക് വഴി പോകുന്ന റോഡ്, സദാനന്ദപുരം സ്കൂൾ മുതൽ ഉഗ്രമുക്ക് വഴി പോകുന്ന റോഡ്, സദാനന്ദപുരം സ്കൂളിലെ 4 ബഹുനില മന്ദിരങ്ങൾ. ഇങ്ങനെ ഈ പ്രദേശത്ത്
നമ്മളൊരു 500 മീറ്റർ ചുറ്റളവിൽ നോക്കിയാൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം എടുത്തു നോക്കുക. അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച് സ്നേഹപൂർവ്വം ചെയ്ത നല്ല കാര്യങ്ങൾ, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനവിധി തേടുന്നത്. അല്ലാതെ എതിർ സ്ഥാനാർത്ഥിയുടെ കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് പറയുന്ന നാണം കെട്ട രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങളുടെ സർക്കാരും ഞങ്ങളുടെ MLAയും ഞങ്ങളുടെ ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് അഭിമാനത്തോടെ പറയാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിലെ ഓരോ നേതാക്കന്മാർക്കും ഓരോ പ്രവർത്തകർക്കും 1 മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിച്ചാലും തീരാത്ത നല്ല കാര്യങ്ങൾ ഓരോ ജംഗ്ഷനിലും പറയാനുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. മാനമില്ലാത്ത പ്രചരണമല്ല, മാനക്കെട്ട പ്രചരണമല്ല, പകരം അഭിമാനത്തോടെ വികസനത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വോട്ട് ചോദിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എന്നെ കഴിഞ്ഞ 25 വർഷവും നിങ്ങൾ അനുഗ്രഹിച്ചു. ഇനിയും ടെലിവിഷൻ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.